ഭൂരിപക്ഷം തനിക്കുണ്ടാകുമെന്ന് പറയുകയാണ് കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ കല്ലട്ര മാഹിൻ ഹാജി. കോൺഗ്രസും NDAയും തമ്മിലാണ് കാസർഗോട്ടെ മത്സരം എന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. റോഡ് ഷോ കണ്ട് വോട്ട് കിട്ടുമെന്ന് LDF ധരിക്കേണ്ട എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. ചരിത്രത്തിൽ എപ്പോഴും UDFന് അനുകൂലമായി UDFനോട് ചേർന്ന് നിന്ന മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. അവിടെ ഇപ്പോൾ IUMLന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കല്ലട്ര മാഹിൻ ഹാജിയാണ് സ്ഥാനാർത്ഥിയായി UDF രംഗത്ത് എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് ഇപ്പം കാണുന്നില്ല, വലിയൊരു ജനക്കൂട്ടമുണ്ട്. ഇന്നാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത്. കൺവെൻഷൻ ഇതോടുകൂടി കമ്മിറ്റി രൂപീകരിക്കും. കമ്മിറ്റികൾ കീഴ്ഘടകങ്ങൾ രൂപീകരിച്ചതിന് ശേഷമായിരിക്കും. പൊതുവെ പറയപ്പെടുന്നത് കാസർഗോഡ് ഒരു ത്രികോണ മത്സരം എന്നുള്ള രീതിയിലൊക്കെ തന്നെ വിലയിരുത്തൽ വരുന്നുണ്ട്. കണ്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു? ത്രികോണ മത്സരമൊന്നുമില്ല. കാസർഗോഡ് കാലങ്ങളായി UDFും NDAയും തമ്മിലാണ് മത്സരം. BJPയോടുള്ള ഡയറക്റ്റ് ഫൈറ്റ് മാത്രമാണ്. ചിത്രത്തിലേ ഇല്ല എന്നതാണ് UDFന്റെ കണക്കൂട്ടൽ. LDFന് ആ ഒരു നിശ്ചിത വോട്ടുണ്ട് എന്നല്ലാതെ അതിലും ഒരു വോട്ട് പോലും അവർക്ക് വർദ്ധിപ്പിക്കാനും കുറേ വർഷങ്ങളായിട്ട് സാധിച്ചിട്ടില്ല. അതിനിയും സാധിക്കില്ല. ഷാനവാസ് ബഹാദൂർ ഭീഷണിയായി മാറും? ഒരു ഭീഷണിയുമില്ല. അത് ഞങ്ങൾ അതിനെ വലിയ വിലക്കെടുക്കുന്നില്ല, മുഖവിലക്കെടുക്കുന്നില്ല. അശ്വിനും ഞാനും തമ്മിലാണ് മത്സരം. അതായത് NDAയും UDFും തമ്മിലാണ് മത്സരം. അത് ഞങ്ങൾ നല്ല തൻ്റെ അടുത്തോടുകൂടി നേരിടും. അത് നല്ല വിജയം നേടിയെടുക്കും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അവസാന ഘട്ടത്തിലാണ് ഇവിടെ LDFന് സ്ഥാനാർത്ഥിയാകുന്നത്. പക്ഷേ റോഡ് ഷോയിൽ വലിയ തോതിൽ ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ശ്രദ്ധിച്ചിരുന്നോ? അത് തൃശ്ശൂർ പൂരത്തിന് പോയിട്ടില്ലേ? പൂരം കാണാൻ ലക്ഷക്കണക്കിന് ആളുകളും. പൂരം കഴിയുമ്പോൾ ആള് പിരിഞ്ഞു പോവും. അത്രയേ ഉള്ളൂ അതിനെ കുറിച്ചുള്ള ആപ്റ്റ് മറുപടി. കാഴ്ചക്കാരാണ്, വോട്ടർമാരല്ല എന്നാണ്. വോട്ടർമാരല്ല, പൂരം കാണാൻ വരുന്ന പൂരം കാഴ്ചയാണ്. അത്രയേ ഉള്ളൂ. BJP ആ ഒരു രീതിയിലേക്കുള്ള പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. BJPയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. UDFനെ അട്ടിമറിക്കുന്നതാണ് അവരുടെ ആശ്വാസം. ഇന്ത്യ 11 കൊല്ലമായി ഭരിക്കുന്ന അവരല്ലേ. തന്റെയും കാസർഗോട്ടെ UDF സ്ഥാനാർത്ഥി കല്ലട്ര മാഹിൻ ഹാജിയുടെയും പ്രതികരണങ്ങൾ